ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ സ്ലീഹാ നോമ്പിന്റെ പുണ്യനാളുകളിലൂടെ നാം കടന്നു പോകുന്നു. നമ്മുടെ കർത്താവിന് വേണ്ടിയും പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സഹനങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയ സ്ലീഹന്മാരുടെ ധന്യമായ ജീവിതത്തെ ധ്യാനിക്കുന്ന സമയമാണല്ലോ ഇത്. ഇന്ന് പരിശുദ്ധ സ്ലീഹാ നോമ്പിൽ 12-ാം ദിനം. നമ്മുടെ ഒരുമിച്ചുള്ള വചനധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 28-ാം വാക്യം വായിക്കുന്നു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ചിന്താവിഷയം: ആഴമായ വിശ്വാസവും അമൂല്യമായ ജീവിതവും. ആഴമായ വിശ്വാസവും അമൂല്യമായ ജീവിതവും. തൻ്റെ ശിഷ്യന്മാരെയും തന്നെ പിന്തുടരുന്നവരെയും അതിരുകളില്ലാതെ സ്നേഹിച്ച യേശു താൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. വിശുദ്ധ തോമസ് ലീഗ ഇല്ലാതിരുന്നപ്പോൾ കർത്താവ് പ്രത്യക്ഷനായതിനെ പറ്റി മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞപ്പോൾ തനിക്ക് കർത്താവിനെ കാണണമെന്നും വ്യക്തിപരമായി അറിയണമെന്നും അവരോട് പറഞ്ഞു. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 8 ദിവസം കഴിഞ്ഞ് വീണ്ടും കർത്താവ് പ്രത്യക്ഷനായപ്പോൾ വിശുദ്ധ തോമസ് ലീഹായെ വ്യക്തിപരമായി അഭിമുഖീകരിക്കുകയും കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയുമാണ് ഇവിടെ. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 2 ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്നാമതായി, അണയാതെ സൂക്ഷിക്കേണ്ട വിശ്വാസ ജീവിതം. അണയാതെ സൂക്ഷിക്കേണ്ട വിശ്വാസ ജീവിതം. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ വീണു പോകാതെ നിലനിൽക്കുവാൻ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മിൽ പലരും പതറിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് നമ്മെ വീഴാതെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം വിശുദ്ധ തോമസ് ലീഹായെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണിവിടെ. നാം ഓർക്കണം, ജീവിതം എപ്പോഴും സംഘർഷഭരിതമായ ഒന്നാണ്. അത്തരം സാഹചര്യത്തെ നേരിടാൻ സാധിക്കുന്നത് വിശ്വാസ ജീവിതമാകുന്ന വെളിച്ചത്തെ അണയാതെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശുദ്ധ തോമസ് ലീഗയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പും ഇതുതന്നെയാണ്. അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നിന്റെ വിശ്വാസ ജീവിതം. നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. അതുകൊണ്ട് അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന ബോധ്യം എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായി, ആവേശപൂർവം ഏറ്റുപറയേണ്ട സത്യവിശ്വാസം. ആവേശപൂർവം ഏറ്റുപറയേണ്ട സത്യവിശ്വാസം. കർത്താവിൻ്റെ പിൻഗാമികളായ നാം വിശ്വാസ ജീവിതയാത്രയിൽ നമ്മുടെ സത്യവിശ്വാസത്തെ മറ്റുള്ളവരോട് ഏറ്റുപറയുവാൻ ഇടയാകണം. വേദഭാഗത്ത് യേശുവിനെ കണ്ടയുടനെ വിശുദ്ധ തോമസ് ലീഹ തെളിവുകൾ പരിശോധിക്കാനോ നിരീക്ഷിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് ഇവിടെ. കർത്താവിൽ വിശ്വസിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മിൽ നിന്നും വിശുദ്ധ തോമസ് ലീഹയിൽ ഉണ്ടായ അതേ ആവേശം ഉണ്ടായിരിക്കണം. യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റുപറയത്തക്കവണ്ണമുള്ള ആവേശം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവൻ നമ്മുടെ കർത്താവും ദൈവവും എന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്ന് എല്ലാ കാലത്തും ആവേശപൂർവം ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൽ പ്രിയരെ, ആഴമായ വിശ്വാസ ജീവിതം നമ്മെ കർത്താവിൽ അമൂല്യ ജീവിതത്തിന് ഉടമകളാക്കും. അപ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നമ്മുടെ വിശ്വാസ ജീവിതത്തെ അണയാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആവേശപൂർവം യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന സത്യവിശ്വാസത്തെ വിശുദ്ധ തോമസ് ലീഹയെ പോലെ ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ തുടർന്നുള്ള നാളുകളിലും നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്നിലുള്ള വിശ്വാസത്തിൽ നിനക്കിഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് നിന്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി പ്രാർത്ഥനാപൂർവം പ്രവർത്തിക്കുവാൻ വരും നാളുകളിലും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.